എന്ത് ചെയ്യോ? ഞാൻ അമ്മുവിന്റെ പഴയ ഫോട്ടോസ് രണ്ടു തന്നെ ഇങ്ങനെ നോക്കുകയായിരുന്നു. എന്ത് ഫോട്ടോ? അമ്മുവിന്റെ പഴയ ചെറുതിലുള്ള രണ്ടു ഫോട്ടോസ് ഞാൻ നോക്കി വെച്ച സാധനം കാണാനില്ല. ഇത് ഫേസ്ബുക്കിലോ കിടന്ന? അല്ലല്ല, പഴയ സംഭവങ്ങൾ നമ്മളെന്താ ഇങ്ങോട്ട് എടുത്തത് പലതും കാണുന്നില്ല. ഞാൻ ഇന്ന് അവളെ പറ്റി ഇങ്ങനെ ഒന്ന് കുറേ ആലോചിക്കുകയായിരുന്നു. ഈ പല പേരൻസും ഇങ്ങനെ പറയുമല്ലോ, ഒരു പ്രായമായിട്ടൊക്കെ ഒരു അയ്യോ ഞങ്ങളുടെ കാലശേഷം എങ്ങനെയാണ് മക്കൾ ഒന്നും ആയിട്ടില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഈ ഒരു ഹോൾ ഇൻസിഡൻറ്റ് നടന്നപ്പോഴത്തേക്ക് വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഞാനിങ്ങനെ രാത്രി കിടന്നപ്പോൾ ഇങ്ങനെ ഒരിക്കൽ ആലോചിക്കുകയായിരുന്നു. കാരണം അവിടെ ഒരു സ്റ്റേജ് ക്രോസ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്ത് കാര്യവും നമ്മളില്ലെങ്കിലും ഈ വീട്ടിലെ മറ്റുള്ളവർക്ക് അവളൊരു ഹീറോയിനായിട്ട് ഇവിടെ ഉണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും അത് നടത്തിയെടുക്കാൻ ഒരു കപ്പാസിറ്റി ആയി അവൾക്ക്. അല്ലെങ്കിൽ തന്നെ പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കും, കാരണം വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകുമ്പോഴും മറ്റതൊക്കെ അവൾ മെറ്റിക്കുലസ് ആയിട്ട് പ്ലാൻ ചെയ്യും. ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ പോകണം എന്ന് പറഞ്ഞാൽ ഒരു മാസം അവൾ പ്ലാൻ ചെയ്ത് എവിടെ താമസിക്കാം, അങ്ങനെ കംപ്ലീറ്റ് അതൊക്കെ ഞാനിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ വരുമ്പോൾ ഒരാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ഈ ഒരു സംഭവത്തിൽ ഇപ്പം ആക്ച്വലി ഈ പോലീസെല്ലാം അന്വേഷിച്ചതിനേക്കാൾ പോലീസിന് തെളിവ് കൊടുത്തത് എവറിത്തിങ് ഇതിനകത്ത് നമ്മുടെ ഒരു കൈയുണ്ട്. അതിനകത്ത് അവരോട് സംസാരിച്ച രീതി, ചോദ്യങ്ങൾ ചോദിച്ചു അവരിൽ നിന്ന് ഉത്തരം പിടിച്ചെടുത്തതൊക്കെ വളരെ മെച്ചോർഡായിട്ട്. അപ്പം ഞാനത് പല സ്ഥലത്ത് നിന്നും എൻ്റെ അടുത്ത് വിഷമറെ ഇങ്ങനെ മോള് നല്ല പോലെ അത് സംഭവം ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ആലോചിച്ചത് കൊള്ളാലോ, ഇറ്റ്സ് എ നൈസ് വിക്ടറി ഫോർ മീ ആസ് എ ഫാദർ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്തൊക്കെയോ രണ്ടുപേരും നമ്മൾ മാതാപിതാക്കൾ പലതും ചെറിയ അറിവ് വെച്ച് നമ്മൾ പറഞ്ഞു ഓരോ കാലത്തിൽ ഓരോ പറഞ്ഞു കൊടുത്താലും നമ്മൾ ചെയ്യുന്നത് കണ്ടു. പിന്നെ അവരുടെ ലൈഫിലൂടെ ട്രാവൽ ചെയ്ത് അക്യൂർ ചെയ്തെടുത്ത കുറേ കാര്യങ്ങൾ, അവരുടെ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടിയ കുറേ കഴിവ് എല്ലാം കൂടെ ആയിട്ട് ഒരു കുടുംബത്തെയൊക്കെ സുഖമായിട്ട് നയിച്ചു കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റിയായി എന്നൊരു തോന്നൽ വന്നു. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ആലോചിച്ചു, പഴയൊരു ഇൻസിഡൻറ്റ് നിനക്ക് ഓർമ്മയുണ്ടാവും. ഭയങ്കര ഒരു ചട്ടമ്പിയായിരുന്നല്ലോ അമ്മു. നീ അന്ന് തലേ ദിവസം നമ്മൾ അമ്പലത്തിൽ താമസിക്കുമ്പോൾ നീ എവിടെയോ എന്തോ വാങ്ങിക്കാൻ പോയി, വീട്ടില് സാധനം വാങ്ങിച്ചോണ്ടിരുമ്പോ അന്ന് റോഡ് കുഴിഞ്ഞു കിടന്ന ഓട്ടോക്കാരൻ പറഞ്ഞു അകത്തോട്ട് എടുക്കാൻ പറ്റില്ല, ഞങ്ങളുടെ നടയിലോട്ട് എടുക്കാൻ പറ്റില്ല. ഞാനും അപ്പച്ചിയും അമ്മു. അപ്പോ പിന്നെ എന്ത് നടന്നു എന്ന് എനിക്കറിയില്ല. ഞങ്ങൾ വഴക്കായി. അല്ല അതവനെ ഞാൻ എന്നിട്ട് നീ സാധനമൊക്കെ ഇട്ടു, ഞാൻ ആ സാധനമൊക്കെ എടുത്ത് അകത്തോട്ട്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മു അവിടെ നിൽക്കരുന്ന ഓട്ടോയിലായിരുന്നു സമയത്ത്. അമ്മ ഓട്ടോത്തിൽ നിൽക്കുന്നല്ലേ? അപ്പൊ അവിടെ നിന്ന് അമ്മു എന്നെ വിളിക്കുന്നുണ്ടല്ലേ, അച്ഛാ എന്താണ്ട് ഡ്രൈവർ അമ്മ ചീത്ത വിളിച്ചു, എന്തോന്നോ ഒരു ബഹളം. ഞാനവിടെ ചെല്ലുമ്പോഴത്തേക്ക് അമ്മു വണ്ടിയിൽ തന്നെ അപ്പോഴും ആ കമ്പിയിലൊക്കെ തൂങ്ങി നിൽക്കുക. അപ്പോൾ ഞാൻ നോക്കി ഡ്രൈവർ ഇങ്ങനെ കണന്ന് കിടന്നു. ഞാൻ ചോദിച്ചു എന്തു പറ്റി, എത്രയായി? ഡ്രൈവർ തലവിട്ട് അല്ല സാറേ എനിക്ക് പൈസ വേണം. ഇല്ല സാറേ. അപ്പം ഞാൻ അമ്മ ഇറങ്ങടാന്ന് അമ്മുവിനെ തൂക്കിയിടുന്നു. എന്നാൽ ശരി പോകും. ഞാൻ അങ്ങനെ പോകുന്നത് എത്ര പൈസ? അപ്പോഴാണ് ഡ്രൈവർ പറയുന്നത് എൻ്റെ പൊന്നു സാറേ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അപ്പോൾ പുള്ളിക്കാരി അകത്തോട്ട് റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നുണ്ട് എനിക്ക് അകത്ത് കയറാൻ പറ്റില്ലെന്ന് പറയും. പിന്നെ സാറിൻ്റെ മോൾ അങ്ങോട്ട് ചീത്ത വിളി തുടങ്ങി. എൻ്റെ അമ്മയെ നീ ചീത്ത വിളിക്കുക അല്ലടാ, അമ്മയ്ക്ക് വയ്യാതിരിക്കുക, വണ്ടി അകത്തോട്ട് എടുക്കണം. അമ്മുവിൻ്റെ ആ ബഹളത്തിൽ ഇയാൾ വണ്ടി എടുത്ത് വീട്ടിൻ്റെ നട വരെ കൊണ്ടുവന്ന് പുള്ളി അവസരം എനിക്ക് പൈസ തന്നില്ലെങ്കിലും കുഴപ്പമില്ല സാറേ, എൻ്റെ ജീവിതത്തിൽ ഇത്ര ചെറിയൊരു കൊച്ചെൻ്റെ ചീത്ത വിളിച്ചിട്ടില്ല. പക്കിച്ച് പറഞ്ഞു വന്നത് അമ്മു വാസ് ലൈക്ക് ഫ്രം വെൻ ഷി വാസ് ബോൺ ഷി വാസ് ഒരു ക്രൈസിസ് മാനേജർ. അതെ നമ്മുടെ മറ്റു പിള്ളേർക്ക് തന്നെ അവർ തമ്മിൽ വഴക്കും അടിയും ബഹളമൊക്കെ ഉണ്ടാവുമെങ്കിലും ഒരാവശ്യം വന്നാൽ, അതായത് ഇനി എപ്പോഴും കാണാറുണ്ട്, ഹൻസികയാണെങ്കിലും ഇഷാനാണെങ്കിലും ഓസിയാണെങ്കിലും അമ്മു ഒന്ന് അവരെ വിളിച്ച് സംസാരിക്കൂ, എന്തെങ്കിലും ഒരു പുതിയ ആഡ് കിട്ടുന്നതിൻ്റെ സാമ്പത്തിക വിഷയം സംസാരിക്കും, അതെല്ലാം സംസാരിക്കാൻ ഇവരെല്ലാവരും അമ്മുവിനെ ഡിപ്പെൻഡ് ചെയ്യും. ഞാനും അതെ, എന്തെങ്കിലും ഫോണിൽ വളരെ സീരിയസ് ആയിട്ടുള്ള സംഭവം, എന്തെങ്കിലും ഒരു ടെക്നിക്കൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവൾക്ക് ഊരാൻ പറ്റും. ഇപ്പൊ ഹൻസിക കയറി വരുന്നുണ്ട് ആ കാര്യത്തിൽ, ആള് ജഗജില്ലയായി തുടങ്ങി. ടെക്നിക്കൽ സൈഡ് അവളും ഭയങ്കര ഫാസ്റ്റാണ്, ക്ലിയർ ചെയ്തത്. കേൾക്കണ്ട അല്ലല്ല, ഓരോരുത്തർക്കും ഓരോ കഴിവാണ്, മനസ്സിലായി, എല്ലാവരും വ്യത്യസ്തരാണ്. ഇപ്പോൾ ഓസി വീട്ടിൽ വന്നാൽ ഹാപ്പിനെസ്സാണ്, ചിരിക്കാൻ ഇതിൽ പരം ഒന്നും വേണ്ട. അവള് വന്ന് ഇവിടെ മതി, അവള് വന്നാൽ മറ്റു 3 പേർക്കും ഹ്യൂമർ സെൻസ് വർക്കൗട്ട് ആവും. ഞങ്ങൾ കാശ്മീർ ട്രിപ്പ് കഴിഞ്ഞ തവണ പോയപ്പോൾ ഞങ്ങൾക്ക് 2 കാറുണ്ടായിരുന്നു. അപ്പൊ അമ്മുവും ഇഷാനിയും ഹൻസും ഒരു കാറിലും സുലുവും ഹസീനയും ഞാനും ഓസിയും ഒരു കാറിലും. നമ്മൾ എത്രയൊക്കെ ട്രാവൽ ചെയ്ത ഓസിയുടെ കോമഡി അത്രയ്ക്ക് കോമഡി ആയിരുന്നേ. അതുകൊണ്ട് ഇത്തവണ നമ്മൾ പറയുന്നത് അയ്യോ ഓസി ഇല്ലാത്തതുകൊണ്ട് കഷ്ടമായി പോയി, ഭയങ്കര മിസ് ചെയ്തതാണ്. ഒരു ഹാപ്പിനെസ് ആണ്. അവള് നിൽക്കുമ്പോഴത്തേ നമ്മൾ വല്ലാതെ ചിരിച്ചു, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവള് കാണിക്കുന്നതെല്ലാം. പണ്ടേ അവൾക്ക് ആ ഹ്യൂമർ സെൻസ് ഭയങ്കരമായിരുന്നു. ഇപ്പൊ അവളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇത്രയും സംഭവിച്ചിട്ട് ചിരിച്ചുകൊണ്ട് കിടക്കും പറ്റത്തില്ല. അന്ന്
എനിക്ക് ഓർമ്മയുണ്ട് ആ പ്രഷർ സിറ്റുവേഷനിൽ നിന്ന് ആ പത്രക്കാരെല്ലാം വന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ പോയി ജയരാജും ഗാഥയും അവരും ഒക്കെ ആയിട്ട് ഫുഡും കഴിച്ച് ബഹളം ഉണ്ടാക്കി ചിരിച്ചോട്ട്. അവൾക്കത് അങ്ങനെ പണ്ടും പറ്റുമോ? ഒരു 10 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് വരെ പറ്റുള്ളൂ. ഹാപ്പിനെസ്സിലോട്ട് പോകാൻ പറ്റും. അതിന് കഴിവാണ്. അധികം അങ്ങനെ ചിന്തിക്കാറില്ലല്ലോ. അവൾക്ക് അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്. അധികം ചിന്തിച്ച് തല പുകച്ച് ഒന്നുമല്ല. എന്നൊക്കെ പറഞ്ഞാൽ എത്ര നാൾ മുമ്പ് ആലോചിച്ച് അത് ഇങ്ങനെ ആക്കണ ഒരു വ്ളോഗ് ഉണ്ടാക്കണേ തന്നെ അവൾ ആ ഒരു സ്ഥലത്തെ പറ്റിയാണ്, സ്ഥലത്തിന്റെ പ്രത്യേകതകളെ പറ്റി പഠിക്കും. ഓസി അങ്ങനെയൊന്നുമില്ല. കണ്ണടച്ചുറപ്പ് ഒരു വ്ളോഗ് ഉണ്ടാക്കാൻ പറ്റും. ഓരോരുത്തർ ഓരോ രീതിയില്ല. ഞാനില്ലേ എന്റർടൈൻമെന്റ് പല തരത്തിലാണ്. അപ്പോൾ അമ്മുവിന്റെ വ്ളോഗ് കാണുമ്പോൾ ചിലർ പറയും ഭയങ്കര രസമാണ്, അമ്മുവിന്റെ വ്ളോഗിൽ നിന്ന് കുറേ ഇൻഫർമേഷൻ കിട്ടും, അല്ലെങ്കിൽ അത് ഒരു സിനിമ കാണുന്ന ഫീലാണ്. പക്ഷേ ഓസിയുടെ എന്ന് പറയുമ്പോൾ ഞാനൊരിക്കൽ ചെന്നൈ എയർപോർട്ടിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഇൻഡിഗോ ഗോവയർ അതിലെവിടെ പോകാൻ വേണ്ടി പോകുമ്പോൾ എൻ്റെ ക്യാപ്റ്റനും ക്രൂവും പോകുന്നു. പെട്ടെന്ന് ക്യാപ്റ്റൻ തിരിഞ്ഞു, ഹാ ഓസിയുടെ അച്ഛനല്ലേ കൃഷ്ണകുമാറാണ് നല്ല ചോദിച്ചത്. അപ്പം ഞാൻ അതെ, ആ 2 മിനിറ്റ് ഉണ്ടോ? ഞാൻ എന്താ ക്യാപ്റ്റൻ 2 മിനിറ്റ് പോകുന്നു, മലയാളിയാന്നേ വിചാരിച്ചില്ലെന്നു. ഞാൻ ക്യാപ്റ്റൻ ഷാജി, ഞാൻ ഷാജി ചേട്ടൻ അവിടെ വന്നിരിക്കുന്നു, പരിചയപ്പെട്ട് പറഞ്ഞു ഓസിയുടെ വ്ളോഗൊക്കെ എൻ്റെ ഇരിപ്പുണ്ട്, ഞാൻ ഫ്ലൈറ്റ് ഒന്ന് ടേക്ക് ഓഫ് ചെയ്ത് സ്റ്റഡി ആയി കഴിഞ്ഞാൽ അവളുടെ വ്ളോഗ് ഇട്ട് കണ്ട് ചിരിക്കാറുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അയ്യോ അവളുടെ വ്ളോഗിൽ അങ്ങനെ കണ്ടന്റ് വേണ്ട, നമുക്കങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് ജസ്റ്റ് ചിരിക്കണം, അതിനുവേണ്ടി അവളുടെ വ്ളോഗ് കാണും. ഒരു എന്റർടൈനിങ് ആണ് അവളുടെ വ്ളോഗ്. അതാണ് ഈ യൂട്യൂബിൽ പലരും ഉണ്ടല്ലോ, ഓരോരുത്തർ ഓരോ ഏരിയകളിലാണ് കയറി പിടിക്കുന്നത്. ആൾക്കാർ ഇഷ്ടപ്പെടുന്നതിന് ഓരോ റീസൺ കാണും. എവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിച്ചു. കിച്ചുവിന്റെ ഏരിയ ഏതാണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഏരിയ ഇല്ല, അങ്ങനെ ഒരു ഏരിയ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്രായത്തിൽ കോളേജ് സ്കൂളിൽ പോയി തന്നെ വെച്ചാൽ NCCയിലോട്ട് ആർമിയിൽ പോകാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ ഏരിയ അതായിരിക്കും. പക്ഷെ അവിടെ നിന്ന് മാറി കലാരംഗത്തോട്ട് വരും. അപ്പോൾ ഈ NCCയിൽ ആ സമയത്തൊക്കെ പല ക്യാമ്പുകളിൽ പോകുന്നു, ND എഴുതുന്നു, OT എഴുതുന്നു, തോറ്റു പോകുന്നു. അത് കഴിയുമ്പോൾ സിനിമയിലോട്ട് വരുന്നു. അപ്പോൾ വേറൊരു മേഖല തുറന്നു കിട്ടി. അത് കഴിഞ്ഞ് സിനിമയിൽ കുറേ നാളിങ്ങനെ പോയി കഴിഞ്ഞ് എൻ്റെ ഇടയിൽ കൂടി നമ്മൾ പല പല ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുറേ ഒരു മേഖല തുറന്നു കിട്ടി. അത് കഴിഞ്ഞ് രാഷ്ട്രീയത്തിൽ വന്നു. അപ്പോൾ ഇന്നൊരു മേഖല എന്നല്ല, ഇപ്പോൾ സിനിമയിൽ കുറേ കാലം ഷൈൻ ചെയ്ത സ്റ്റാർസ് ഉണ്ട്, ഇപ്പോഴും നിൽക്കുന്ന താരങ്ങളുണ്ട്. അവർക്കെന്ന് വെച്ചാൽ അവരുടെ മേഖല സിനിമയായിരുന്നു, സിനിമയാണ് അവർക്ക് ഇതായത്. ഞാനൊക്കെ എവിടെ നിൽക്കുന്നു എന്ന് എനിക്കറിയാത്ത ഒരവസ്ഥ വന്നു. അതങ്ങനെ വരും. പക്ഷെ അതിൽ കുഴപ്പമില്ല, നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ നമ്മൾ ചെയ്യുന്ന ജോലി എൻജോയ് ചെയ്യുക, ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റിയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. ഇന്നലെ ചെടി വാങ്ങിക്കാൻ പോയപ്പോ കിച്ചു എന്തെങ്കിലും വീഡിയോ എടുത്തോ? പിന്നെ കിച്ചു എടുത്തോ അമ്മു എടുത്തോ? ഞാനും എടുത്തു, അമ്മുവിനെ കൊണ്ട് ഞാൻ എടുപ്പിച്ചു. കാരണം വെച്ചാൽ പണ്ട് എപ്പോഴും എൻ്റെ കൂടെ കാറിൽ, നീ എപ്പോഴും ഗർഭിണിയാണല്ലോ, ഒന്നില്ല അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കാൻ വലിയ. അപ്പം അമ്മുവിനെ ഞാൻ സൈഡിൽ വെച്ച് ഞാനും അമ്മു കൂടി കാറിൽ ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് സിറ്റിക്കകത്ത്. അമ്മുവിൻ്റെ സംസാരം ഭയങ്കര രസമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അമ്മു ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറയും, അമ്മു തുടങ്ങിയാൽ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കൊരു ഗ്യാപ്പ് വന്നാൽ ഞാൻ പറയും എന്നിട്ട് അച്ഛാ അപ്പച്ചി ഉണ്ടല്ലോ, അപ്പച്ചിക്ക് ഞാൻ ശരിക്കും കൊടുത്തുനിന്ന് അപ്പച്ചി അവിടെ ഉറങ്ങിക്കിടന്ന സമയത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കോരി ഒഴിച്ചു. അപ്പച്ചി എണീറ്റ് വരുമ്പോൾ എന്നിട്ട് അച്ഛാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമോ. അപ്പം അത് കഴിഞ്ഞ് അമ്മു വലുതായപ്പോഴത്തേക്ക് നീയും അമ്മു ക്ലോസ് ആയി. ഞങ്ങൾ അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞാനും അമ്മുവും ഒരു തിരുനെൽവേലി ട്രിപ്പ് ഉണ്ട് ഓർക്കാൻ. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഹസീനയുടെ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പോയി, അഡ്മിഷനൊക്കെ പോയത് അതൊക്കെ ഉള്ളു. അല്ലാതെ കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടി മാത്രമായിട്ട് യാത്ര ചെയ്തിട്ട് എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല ഒന്നും. അപ്പോൾ ഇന്നലെ ഈ പൂക്കൾ വാങ്ങിക്കാൻ പോകുന്ന അവർക്ക് എന്തൊക്കെ ഇവിടെ വാങ്ങിക്കണമെന്നല്ലോ ചെടികൾ. ഇന്നലെ ഞങ്ങൾ കാറിൽ പോകുന്നു, പഴയ പോലെ സംസാരം. അമ്മ ബാക്കിലായിരുന്നെങ്കിലും പോലും ഞങ്ങൾ സംസാരിച്ച് അവിടെ ചെല്ലുന്നു, നയനയുടെ കടയിൽ പോകുന്നു, പൂക്കൾ എടുക്കുന്നു. അതിനിടയ്ക്ക് ഞങ്ങൾ സിനിമയുടെ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചു. അമ്മ ഇപ്പോൾ ചെന്നൈ പോയപ്പോഴൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ ഞാൻ വെച്ചു വെറുതെയെങ്കിലും കുറച്ച് ഷോർട്സ് എടുത്ത് വയ്ക്കാം, നമ്മുടെ കൂടെ ഉള്ള ഞങ്ങൾ 2 സെൽഫിയൊക്കെ എടുത്ത് വെച്ച്. അപ്പം ഞാൻ വെച്ചു ഇന്ന് അമ്മുവിനെ പറ്റി പറഞ്ഞ് കുറച്ച് വീഡിയോസ് കൊണ്ടിടാം. കാരണം അവിടെ പോയതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്, ഒന്നും വലിയ സംഭവങ്ങളല്ല. ഇതിന്റെ പിന്നാലെ അതിടണോ? പിന്നെ ഞാൻ വേണം എഡിറ്റ് ചെയ്ത് തരാൻ. എല്ലാരും എന്റെ വീഡിയോയിലൊന്ന് പറയുവാണേ, അയ്യോ പ്ലീസ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കുവോ കിച്ചുവിന്. നീ തന്നെ പറയിപ്പിച്ചതല്ലേ. എന്താ ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത് 10 തവണ പറയുമ്പോൾ ആൾക്കാരും പറഞ്ഞു അയ്യോ പോട്ട് ചേച്ചി ചുമ്മാ ഇരിക്കല്ലേ എഡിറ്റ് ചെയ്തു. ചേച്ചി ചുമ്മാ ഇരിക്കല്ല, ചേച്ചിക്ക് ഇഷ്ടംപോലെ പണിയാ. അത് ചേച്ചി പറയുന്നത് നാട്ടുകാർക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇന്നലത്തെ നിനക്ക് വണ്ടി ഓടിക്കണ്ട, നിനക്ക് ഓഫീസിൽ പോയി ജോലി ചെയ്യണ്ട, അയ്യടാ
വണ്ടി കയറി ആ വണ്ടി പോട്സ് എന്ന് പറയുമ്പോൾ വണ്ടി പോകുന്നു, വണ്ടി നോ സ്റ്റോപ്സ് എന്ന് പറയുമ്പോൾ വണ്ടി സ്റ്റോപ്പ് ആകുന്നു. ഇതൊക്കെയല്ലേ അതിനിടയ്ക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യാനാണോ പാടും? ഞാൻ വണ്ടിയിലൊന്നുമല്ല എഡിറ്റ് ചെയ്യണേ. പിന്നെ അപ്പൊ കിച്ചുവിന്റെ ഫുട്ടേജസ് നമുക്ക് കണ്ടിട്ട് വന്നാലോ? ഓക്കെ, എന്തൊക്കെയുണ്ട്? അത് മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും? റംബൂട്ടാൻ പറിക്കുന്നുണ്ടോ? ഞാനും അമ്മ കൂടി ചുമ്മാ കറങ്ങിയിട്ട് ചിലപ്പോ അമ്മൂന്റെ ഒക്കെ പ്രായമുള്ള മക്കൾക്ക് തോന്നും അച്ഛനോട്ടൊന്നും വളരെ ക്ലോസ് അല്ലെന്നുണ്ടെങ്കിൽ അച്ഛനും കൂടെ ഇവിടെ ഒന്ന് കറങ്ങാൻ പോകാം എന്ന് തോന്നാം. അതുപോലെ എൻ്റെയൊക്കെ പ്രായമുള്ള ആണുങ്ങളുണ്ട്. എനിക്കൊക്കെ പണ്ടൊരു വിഷയം വെച്ചാൽ അവര് വേണേ വിളിക്കട്ടെ, ഞാനായിട്ടെന്തിനാ വിളിക്കുന്നത്? അത് വേണ്ട, നമുക്ക് ഐസ് ഒന്ന് ബ്രേക്ക് ചെയ്ത് മോളെ കൊണ്ട് നമുക്കൊന്ന് കറങ്ങാൻ പോവാം. കാരണം നമ്മളൊക്കെ ഭൂമിയിൽ കുറച്ചു കാലം ജീവിക്കുന്നവരല്ലേ, ഉള്ള സമയം സന്തോഷിക്കുക. അങ്ങനെ ചിലപ്പോൾ ഒരു ഫീല് ചിലപ്പോൾ ഒരു അച്ഛന് മക്കളോട് തോന്നാം, മക്കൾക്ക് അച്ഛനോട് തോന്നാം. കാരണം പണ്ടവിടെ വായിച്ചൊരു സംഭവമുണ്ട്. പെൺകുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ അച്ഛനോട്ടൊക്കെ വളരെ ക്ലോസ് ആയാലും കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അമ്മമായിട്ട് ക്ലോസ് ആവും. പിന്നീട് അവർ 30s വരുമ്പോഴും 30 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം എഗെയിൻ ആ ഫാദറുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആവുന്നു. ഓൾമോസ്റ്റ് അത് ശരിയായി വരും. വലിയ സന്തോഷമാണ്. ഫുട്ടേജസ് കാണാം. വേറെ എന്തെങ്കിലും ഉണ്ടോ? അമ്മൂന്റെ കൂടെ ഉള്ളതേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടോ? റംബൂട്ടാന്റെ എന്തെങ്കിലും എടുത്ത് ഇന്നലെ എന്തോടെ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. എന്തൊക്കെയോ ഓഫീസിൽ പോയത് എന്തെങ്കിലുമൊക്കെ കാണും, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനി ഫോണിൽ ഗാലറി കിടക്കുന്ന എല്ലാ വീഡിയോസും നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ. കുറെ നാളായില്ല നമ്മൾ ഒരുമിച്ച് പോയിട്ട് യാത്ര ചെയ്തിട്ട്, കുറേ നാളായി. എന്ത് ചെടി? ചെടി എന്നൊക്കെ ചോദിച്ചാൽ എന്തെങ്കിലും കുറച്ച് ചെടി വീട്ടിന്റെ അകത്ത് വെക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ്, അതെല്ലാം കുറച്ചൊരു നാളായിട്ട് അതെല്ലാം ഡെഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഞാനും അമ്മ കുറച്ച് നാളായിട്ടൊന്ന് റീഫിൽ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മള് ഇവിടെ ഹൻസുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് നയനയുടെ ഫാമിലി, അവർക്കൊരു ചെടികളുടെ കടയുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് കൊണ്ടുവയ്ക്കാനുള്ള വേറെ തമാശ അറിയോ? നയന ഇപ്പോഴല്ലേ ഹൻസികയുടെ ഫ്രണ്ടായത്. നയനയുടെ അച്ഛനെ ഞാൻ പരിചയപ്പെട്ടിട്ട് ഏകദേശം 30 വർഷമായിട്ടാണ്. ശ്രീമോനെ എനിക്ക് പണ്ടേ അറിയാം. അതിന് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് വേറെ ആവശ്യത്തിന് അവിടെ ഓഫീസിൽ വന്നിരുന്നു. ലാൻഡ്സ്കേപ്പിംഗ് ട്രിവാൻഡ്രം സിറ്റിയിലെ ഏറ്റവും വലിയ സ്ഥാപനങ്ങളുടെ മുഴുവൻ ചെയ്യുന്ന ശ്രീകുമാറാണ്. ആളൊരു താരമാണ് ലാൻഡ്സ്കേപ്പിങ്ങിൽ. മാത്രമല്ല സന്തോഷില്ലേ ഓഫീസിലെ, സന്തോഷിന്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് പോകുന്ന വഴി അതല്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് ചിലപ്പോൾ ആഹാരം കഴിക്കാൻ ഒന്നുമില്ല വിൻസെന്റ് രാജധാനി പോകും, അല്ലെങ്കിൽ അവിടെ ഉള്ള അല്ല കണ്ടു കാണുന്നു. ഇതൊക്കെ പണ്ട് ഇവിടെ അല്ലായിരുന്നു. പഴയ കടയൊക്കെ പഴയ സ്ഥാപനമൊക്കെ എനിക്കറിയാം. എനിവേ അവിടെ ചെല്ലുമ്പോൾ ശ്രീകുമാർ പക്ഷെ അവിടെ ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? മറ്റേ നയനയുടെ അമ്മയില്ലെന്ന് തോന്നുന്നു, എറണാകുളത്തെ കൊണ്ടുപോയിരിക്കുന്നു. അപ്പോൾ അവിടെ ചെന്നിട്ട് നോക്കാം എന്തൊക്കെ നല്ല ചെടികളുണ്ട്. കേരളത്തിലെ മറ്റ് നഗരങ്ങൾ പോലെ തന്നെ തിരുവനന്തപുരവും വളരെ നല്ലൊരു സിറ്റിയാണ്. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു നഗരമാണ്. തിരുവനന്തപുരത്തിനെ വൃത്തിയാക്കി വയ്ക്കുന്ന കോർപ്പറേഷനിലെ ജീവനക്കാർക്ക് ഒരു പ്രത്യേക നന്ദി. വൈകുന്നേരം ഇന്നൊരു പ്രത്യേക ഡിസൈനാണ് ഞാൻ ആകാശത്ത് കണ്ടത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതും ഷൂട്ട് ചെയ്ത് ഇതിനകത്തോട്ടൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളിപ്പോൾ പോകുന്നത് ജവഹർ നഗറിനകത്തൂടി, അതായത് ഗോൾഫ് ലിങ്ക്സ് റോഡിലൂടെ ഇങ്ങനെ കടന്ന് ഞങ്ങളിപ്പോൾ കവടിയാർ ജംഗ്ഷനിലോട്ട് പോവുക. ഈ ജംഗ്ഷനിൽ തിരുവനന്തപുരം അറിയാവുന്നവർക്കൊക്കെ അറിയാം, കൊട്ടാരം ഇരിക്കുന്ന സ്ഥലമാണ്. ഇതാണ് ലാ മേസ്. ഇങ്ങനത്തെ ചെടികൾ വേണമായിരുന്നേ, ഇങ്ങനെ ഹാങ് ചെയ്യാൻ പറ്റുന്നേ, മണി പ്ലാന്റ് ടൈപ്പിലുള്ള. പക്ഷെ നമുക്ക് വലിയ ഇതല്ലാതെ ചെടികളെല്ലാം എടുത്തു. നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ആക്ച്വലി ഇങ്ങനത്തെ ചെടികളിൽ ഇത്രയും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അന്ന് 2 മേടിച്ചോളൂ. പക്ഷെ ഇന്ന് ഭാഗ്യത്തിന് അതിൻ്റെ നിറയെ ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒരു 5-6 എണ്ണം മേടിച്ചു. പിന്നെ ബാക്കി ചെടികളെല്ലാം റീഫിൽ ചെയ്യാൻ കൊടുത്തു. ഞാൻ ചില വീടുകളിലൊക്കെ പോകുമ്പോൾ ചില മേ ബി അത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കൊച്ചിയിലൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ട്. അത് ഇവർക്ക് തന്നെ ഫാം ഉണ്ട്. അതായത് ഇങ്ങനത്തെ ചെടിച്ചട്ടി ഇരിക്കുന്ന പോലത്തെ അല്ലേ വലുത്. എനിക്ക് തോന്നുന്നു ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ ശ്രീകുമാർ അതിന്റെ ആളാണ്, ലാൻഡ്സ്കേപ്പിങ്ങിന്റെ ആളാണ്. നമ്മൾ റിക്വയർമെന്റ് പറഞ്ഞാൽ അവർക്ക് ചെയ്തു തരാൻ പറ്റും.
കുഞ്ഞാക്കായിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും കിട്ടിയ സാധനങ്ങൾ കൊള്ളാം. വീട്ടിൽ കൊണ്ടുവച്ച് ഇതെല്ലാം വീട്ടിൽ നോക്കാം. കൊണ്ടുവച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് ഞാൻ കുറേ നാളായിട്ട് വീട് ഇങ്ങനെ പെർഫെക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ഏരിയ ആയിട്ട് ഇങ്ങനെ നീറ്റാക്കി അപ്പോൾ കിച്ചൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു പെർഫെക്റ്റ് കോലത്തിൽ ആ വീടൊന്ന് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ ബാക്കിയാണ് ഇത്. ഹോളിട്ടോ നന്നായിട്ട് താഴെ. അല്ലെ വെള്ളം നിൽക്കത്തില്ല. അല്ലെ വെള്ളം നിന്നാലേ. അടുത്തൊരു കവർ തരാം. നമുക്ക് ഈ കവറിടാൻ പണ്ട് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. പക്ഷെ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അണ്ണാനും കാക്കയ്ക്കും സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ കയറി മേഞ്ഞിട്ട് നമ്മുടെ കൂട്ടുകാർക്ക് കൊടുക്കാൻ ഒന്നും ഇല്ലാതായി. ഇതിന് രണ്ടും ഉണ്ട്, N18 ഉണ്ട്, ഇത് നമ്മുടെ നാടനും ഉണ്ട്. N18 ഏതാ ഇതിൽ? അതേത് മരം വെച്ചു? അത് നല്ല റൈപ്പായിട്ടിരിക്കുന്നത്. ഏത് മരം? കണ്ടില്ലേ? ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനുണ്ടായിരുന്നു ഈ തവണത്തെ വ്ളോഗിൽ, പക്ഷെ പറ്റിയില്ല. ഇതിനകത്ത് ആഡ് ചെയ്യാം. കാരണം കഴിഞ്ഞ വ്ളോഗ് കിച്ചുവിൻ്റെ ലാസ്റ്റ് വ്ളോഗ് അല്ലായിരുന്നല്ലോ. N18 നമ്മുടെ നാടനുമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് നമ്മുടെ റംബൂട്ടാൻ ഇത് കഴിക്കും, ഈ നാടൻ കഴിക്കുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് ദശഭാഗം അടന്നു വരില്ലല്ലോ. പക്ഷെ അമ്മൂനൊക്കെ ഇതാണ് ഇഷ്ടം, ഭയങ്കര ജ്യൂസിയാണ്, ഡ്രൈ അല്ല. അതേസമയം N18 ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ദശ അടന്നു വരും. അല്ല തേങ്ങയൊക്കെ നമ്മൾ ചുരണ്ടി ഇങ്ങനെ അടത്തിയെടുക്കുന്ന പോലെ. അത് ഇഷ്ടപ്പെടുന്നതിനാണ് കൂടുതലും. അച്ഛകുഞ്ഞൻ എപ്പോഴും പറയുന്നത്, ഓ പറയാം അതെനിക്ക് കാണാം, അതാണ് എനിക്കിഷ്ടം. അത് ഇത്തവണ കുറവല്ലേ? കുറവ്, വളരെ കുറവ്. മാംഗോസ്റ്റിൻ ഇപ്പോഴും കായ്ക്കുന്നുണ്ട് കേട്ടോ. ഉണ്ട്, കായ്ക്കല്ല, കായ്ച്ച് കിടക്കുന്നത്, പഴുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, വീഴുന്നുണ്ട്. ഇത്തവണ ഏകദേശം 200ഓളം കായുണ്ട്. പക്ഷെ ഇത്തവണ തത്ത വന്നില്ല. തത്ത കഴിക്കുന്നതിൻ്റെ ഭംഗി വേറെ ഒരു പക്ഷികൾക്കും അല്ലേ. പണ്ടത്തെ ഒരു വീഡിയോ ഉണ്ട്, എവിടെയും തപ്പണം. തത്ത വന്ന് അതിൽ തലകുത്തനൊക്കെ നിന്ന് കറക്റ്റ് ആ തോടിനെ കട്ടി കളഞ്ഞിട്ട് അതിനകത്തുനിന്ന് കഴിക്കേണ്ട ഭാഗം മാത്രം എടുത്ത് കഴിക്കുക, പറന്നു പോവാ. അല്ല എൻ്റെ ഫ്രണ്ട്സ് ഇടയ്ക്ക് ഒത്തിരി തത്തകൾ വരുമായിരുന്നേ, ഗ്രൂപ്പായിട്ട് വരുമായിരുന്നു. വേറെ എവിടെയോ ഇതിനേക്കാൾ നല്ല സങ്കേതം. റംബൂട്ടാൻ എല്ലായിടത്തും ഉണ്ട്. അതെ അതെ, ഒരുപാട് വീടുകളിലുണ്ടല്ലോ. ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ വീടുകളിൽ കാണാം. നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ തൈ കൊടുത്തത് എത്ര ആൾക്കാർക്ക്. അതെ അതെ, എവിടേക്കോ നല്ല മരങ്ങളായിട്ടുണ്ട്. നന്നായി. മാനസിക സന്തോഷം തരുന്നൊരു കാര്യമാണ് മരം വളരുമ്പോൾ. കവർ വേണ്ടേ? ചെറുതാണ്, പക്ഷെ ഇറ്റ്സ് എ നൈസ് ഫീൽ. എവിടേക്ക് മുള്ളു കയറിക്കൊണ്ടു. റൈറ്റ്. പനി കഴിഞ്ഞ് വായിക്കൊരു രുചിയില്ലാത്തതുകൊണ്ട് ഓൺലൈനിൽ പോയിട്ട് 1-2 വ്യത്യസ്തമായിട്ടുള്ള അച്ചാറുകളൊന്ന് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. വലിയ കറികളൊന്നും ഇല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ചൂട് ചപ്പാത്തി, മുട്ട ബുൾസായി. ഇത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട്. 2 തരം അച്ചാറുകളാണ്. ഒന്ന് നമ്മുടെ മുളക് സ്റ്റഫ് ചെയ്തതാണ്, പച്ചമുളക്. ഇതൊക്കെ രാജസ്ഥാൻ അവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണ്. ഇത് നമ്മൾ ഈ മിക്സഡ് അച്ചാർ കഴിക്കുമ്പോൾ അതിനകത്ത് ഒരു ചുണ്ടയ്ക്ക പോലെ ഒരു സാധനം കാണും. എൻ്റെ പേര് ഇവരെന്താ എഴുതിയിരിക്കുന്നത്? ഡെല തെനി കെർഡ എന്നൊക്കെ എഴുതിയിരിക്കുന്നത്, ഏതാണെന്നറിയില്ല. ഇനി അത് അസാധ്യ ടേസ്റ്റാണ്. ഇങ്ങനെ ചുണ്ടയ്ക്ക പോലിരിക്കും, വെരി ടേസ്റ്റി.
എന്നും രാവിലെ വീട്ടിലോ ജിമ്മിലോ എവിടെയെങ്കിലും കുറച്ച് നേരം വ്യായാമം ചെയ്യാൻ പറ്റിയാൽ മാനസികമായിട്ട് വലിയൊരു പോസിറ്റീവ് ഫീലാണ് രാവിലെ. വൈകുന്നേരം ആക്കാതെ പറ്റിയാൽ രാവിലെ തന്നെ ഞാൻ ചെയ്യും. പലരുടെയും ഈ ജിമ്മിലൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഒരു മോട്ടിവേഷൻ തോന്നാറുണ്ട്. എനിക്കൊന്ന് പോയാൽ കൊള്ളാം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാനൊന്ന് പോസ്റ്റ് ചെയ്യും. കാരണം ചിലപ്പോൾ എൻ്റെ പ്രായക്കാരോ എന്തിനാ ചെറുപ്പക്കാർ പോലും പലപ്പോഴും പല കാരണത്താൽ മടി തോന്നുന്ന ഒരു പ്രവണതയുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ അവരെ സഹായിക്കുമെങ്കിൽ ഐ ആം സോ ഹാപ്പി. നോസിൻ്റെ ചെക്കപ്പായിട്ട് എന്തായി? ചെക്കപ്പായിട്ട് ഇനി നമുക്ക് ട്യൂസ്ഡേ പോകണം. കാല് വേണ്ടി കസര എടുത്തിട്ട് ഹായ് ഷാനി. ഓ ആദ്യം പൊളിക്കുകയാണല്ലോ. എന്തായിടേ അവിടെ തകർത്തോണ്ടിരിക്കുകയാണ്, പൊളിച്ചെടുക്കാണ്. ട്രെൻഡിങ് നമ്പർ 1. ഓ എന്തെന്നോ കേക്ക്, കുക്കർ കുക്കർ. ആ വീഡിയോ ട്രെൻഡിങ് ആയാലും ഞാനുണ്ട്. ഓ കുറച്ചൊരു അടുത്തോട്ട് നല്ല സൗണ്ട് കിട്ടില്ല. 1 കിലോമീറ്റർ ദൂരെ പോയിരിക്കും. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നോണ്ട് ഈ പ്ലാസ്റ്റിക് കസര കുളിക്കാൻ പോയില്ല. നീ എവിടെ പോയിട്ട് വന്നാലും നീ ഇങ്ങനെയൊക്കെ തന്നെ. എന്താ ഓസിയുടെ ചെക്കപ്പ്? ഇനി ട്യൂസ്ഡേ ചെയ്യണം. ഇനി ട്യൂസ്ഡേ ദിവസം സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ പോകണം. ട്യൂസ്ഡേ പോകുമ്പോൾ മിക്കവാറും നമുക്ക് എപ്പോൾ അഡ്മിറ്റ് ആവാൻ പറ്റും എന്നുള്ളത് പറയും. ലൈക്ക് അന്ന് ട്യൂസ്ഡേ നോക്കിയിട്ട് അന്നത്തെ ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ വിതിൻ 2-3 ഡേയ്സ് അഡ്മിറ്റ് ആവണോ 1 more week ടൈം ഉണ്ടോ എന്നൊക്കെ പറയും. മിക്കവാറും ട്യൂസ്ഡേ പോകുമ്പോൾ ഉടനെ അഡ്മിറ്റ് ആക്കുക. ഐ മീൻ നെക്സ്റ്റ് ഡേയോ ജൂലൈ ഫസ്റ്റ് അന്ന് പോകുമ്പോൾ എന്ന് അഡ്മിറ്റ് ആകാൻ പറ്റും എന്ന് ഡോക്ടർ പറയും. അത്ര ഞാൻ നോക്കുകയാണ്, നമ്മുടെ പിള്ളേര് ജനിച്ചത് വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പെന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പൊ അത് കഴിഞ്ഞ് അവര് ഗർഭിണി, അവരുടെ പ്രസവത്തിന്റെ ഡേറ്റ് ആയി തുടങ്ങും. നമ്മുടെ എന്തോ പറയാനുള്ള പോലെ തോന്നുന്നു. ഞാൻ അങ്ങോട്ട് ക്യാമറ വയ്ക്കാൻ ഇതെവിടെ നിന്ന് പെട്ടെന്ന് പൊട്ടി മുളച്ച് കുറേ നാളെ ഇഷാനിയുടെ അടുത്തിരുന്നൊക്കെ സംസാരിച്ചിട്ട് ഈ നമ്മള് ഇപ്പൊ ഈ ഓസിയുടെ കാര്യത്തിനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ആളായി തുടങ്ങി. ഇന്നിപ്പോ നീയുണ്ട്, അല്ലെങ്കിൽ ആര് വേണോ കൂടെ വരും. എൻ്റെ അച്ഛൻ്റെ അമ്മ ഇഷ്ടം പോലെ ആൾക്കാർ നമ്മുടെ ചുറ്റുമായി. പണ്ട് നമ്മള്, അതായത് നമ്മുടെ മക്കൾ ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെയല്ല. നമ്മളായിരിക്കും മിക്കവാറും ഹോസ്പിറ്റലിൽ പോകുന്നത്, നീ പ്രസവിക്കുന്നു തിരിച്ചു വരുന്നു. ഇന്നും ഓർമ്മ ഈ ഇഷാനി പ്രസവിക്കുന്ന സമയത്ത് കറക്റ്റ് ഇവിടെ ജനിക്കുന്ന സമയത്ത് ഈ അതിന് മുമ്പത്തെ 2 പ്രസവത്തിനും നീ എപ്പോഴും പറയും നീ ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യുമ്പോൾ നിനക്ക് തൊണ്ട പോവും, അതുകൊണ്ട് അപ്പം ചായ കുടിക്കാൻ തോന്നാറുണ്ടെന്ന്. അപ്പോൾ ഈ നമ്മൾ ഏർലി ടൈമിൽ പോയതുകൊണ്ട് നമുക്ക് ചായ അവിടെ ക്യാൻറ്റീനൊന്നും അന്ന് മറ്റേ ഹോസ്പിറ്റലില്ല. അപ്പോൾ അവിടെ ചെന്ന് നമ്മളാണെങ്കിൽ കുറേ സംസാരിച്ച് ഉഴപ്പിയിരിക്കുന്നു. വെളുപ്പിന് എത്ര മണിക്കായിരുന്നു ഇഷാനിയുടെ? 5:90, 5:19. അപ്പോൾ എനിക്കന്ന് എവിടെ പോകാനുണ്ടോ അതോ ഞാനേതോ ഷൂട്ടിൽ കഴിഞ്ഞു വന്നിരുന്നു. ഒരു ദിവസം നെക്സ്റ്റ് ഡേ മോർണിംഗ് ഹർത്താലായിരുന്നു അന്ന് കിച്ചു. പക്ഷേ ഹർത്താലായതുകൊണ്ട് ഏർലി മോർണിംഗ് കിച്ചു കാർ ഓടിച്ച് കൊച്ചിയിലോട്ട് ഏതോ ഷൂട്ടിങ്ങിന് പോകാനായിരുന്നു. എനിക്ക് ഇതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം വെച്ചാൽ നിന്നെ അഡ്മിറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോഴാണ് രാവിലെ പെയിൻ തുടങ്ങി. എനിക്ക് തോന്നി എനിക്കൊരു 3:30-4 മണിയായപ്പോഴേ തുടങ്ങി. നമ്മൾ കുറേയൊക്കെ സംസാരിച്ചിരുന്ന് ഉഴപ്പി ലാസ്റ്റ് മിനിറ്റ് നമ്മളെല്ലാം ഒക്കെ എടുത്ത്. അപ്പം നീയാണ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡ്രസ്സ്, മറ്റേത് മറിച്ചത്, ഹെൽത്ത് കാർഡ്, കുറേ കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങൾ 2 കൂടി ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ഡോക്ടർ അച്ഛൻ്റെ അനിയത്തിയായതുകൊണ്ട് വിളിച്ചു പറഞ്ഞു സമയമാകുമ്പോൾ അനിയത്തിയെ വന്നോളൂ. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് സിന്ധു പറഞ്ഞു ചായയുടെ കാര്യം. അല്ലടാ അമ്മ, ഇത് മുമ്പത്തെ പ്രസവ സമയത്തൊക്കെ നമ്മൾ ഈ പ്രസവ സമയത്ത് സ്ക്രീൻ ചെയ്യുമ്പോഴത്തേക്ക് തൊണ്ട പൊട്ടിയിട്ട് എന്തെങ്കിലും ചൂടായിട്ട് കുടിക്കണം. ക്യാൻറ്റീനൊന്നും അവിടെ ഇല്ല. അപ്പം ഞാൻ അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, ഹെൽത്ത് കാർഡ് അവിടെ. അപ്പം ഞാൻ നോക്കി ഇതിനകത്ത് ഹെൽത്ത് കാർഡ് കാണാനില്ല. നമുക്ക് വെപ്രാളമായി. പക്ഷേ രാവിലെ അല്ലേ, ഞാൻ കാറെടുത്ത് പറന്ന് നേരെ വീട്ടിൽ വരുന്നു. അപ്പോൾ ചായ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞു. ഫ്ലാസ്കിൽ ചായ ഇരിപ്പുണ്ട്, അതെടുക്കുന്നു. അപ്പോൾ അമ്മ പറഞ്ഞു ഇന്നടത്ത് ഇരിപ്പുണ്ട് ഹെൽത്ത് കാർഡ്. അങ്ങനെ ഏതോ ഒരു ഇത് തുറക്കുന്നു, ഹെൽത്ത് കാർഡ് എടുക്കുന്നു, മഞ്ഞ കളർ കാർഡ് കിട്ടുന്നു. ഞാൻ നേരെ ഇവിടെ വരുന്നു, വന്ന് ചായ അകത്ത് കൊടുക്കുന്നു. അപ്പോൾ പറഞ്ഞു പ്രസവിച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിയുമ്പോൾ ഡോക്ടർ പറഞ്ഞു എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഈ ഹെൽത്ത് കാർഡ് കൊടുക്കുന്നു ഡോക്ടറിൻ്റെ കയ്യിൽ. അപ്പോൾ അനിയത്തിയായി പറയാം എനിക്കറിയായിരുന്നടാ നീ ഇത് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഡ്രൈവറെ ഇട്ട് വരുത്തിയിരുന്നു. ഞാൻ ചെന്തു പറ്റി നോക്കടാ എന്തോ നോക്കിയപ്പോൾ അമ്മുവിന്റെ പ്രോഗ്രസ് കാർഡ്, LKG പ്രോഗ്രസ് കാർഡ് മാറിപ്പോയി. കാരണം ടെൻഷനിൽ നമ്മൾ പോയി മഞ്ഞക്കാർഡ് എടുത്തു നേരെയും കൊണ്ടുവന്നു കഴിയുമ്പോൾ അത് അമ്മുവിന്റെ പ്രോഗ്രസ് കാർഡ് ആയിരിക്കും. അല്ലാതെ മനുഷ്യന് വെപ്രാളം വരുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണു കാണത്തില്ല. അല്ല അമ്മ പറഞ്ഞത് താമസിച്ച വാടക വീട്ടിലെ ഒരു ഡ്രോയില് എല്ലാം കൂടെ എന്തൊക്കെയോ വെച്ചിരുന്നത്, കുറച്ച് സാധനങ്ങൾ, കുറച്ച് ഫയൽസ് അവിടെ ഇരുന്നു. അല്ലെ നമുക്ക് എപ്പോഴും എങ്ങനെ വെപ്രാളം വരുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണൊന്നും നേരെ വർക്ക് ചെയ്യത്തില്ല.
അങ്ങനെ ഇവള് November 1st അല്ലേ കേരള പിറവിക്ക് കേരള പിറവിക്ക്. ഇവളല്ലേ ഏറ്റവും ചെറുതായിരുന്നത്? അതോ 2.3 2.3 ഏറ്റവും ചെറിയ ബേബി. 2.3 kg. ഇന്ന് ഓസിയുടെ ഒന്ന് അവർ നോക്കിയിട്ട് പറഞ്ഞ് സ്മോൾ ബേബിയാണ്, ±2.8. അപ്പൊ ഓസിച്ചിരിക്കുക എനിക്ക് ക്യാൻ ബി 2.8. അപ്പൊ ഓസിച്ചിരിക്കുക. നമ്മളിതൊക്കെ എത്ര കണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ അമ്മ വരെ 2.6 ആയിരുന്നു. ഈ ഓസി ഹൻസും 2.5. അമ്മ ജനിച്ചപ്പോ 2.75 അല്ലായിരുന്നു? 2.7 പിന്നെ 2.6 ആയി പോയി. വെയിറ്റ് കുറഞ്ഞു. ഓസി ഹൻസും 2.5, ഇവള് 2.3. അപ്പൊ ഓസി എല്ലാരും നോർമലി കുട്ടികള് വെള്ളത്തിൽ കിടക്കുന്നതല്ലേ, അതിന് വെളി വരുമ്പോഴത്തേക്ക് കുറെയൊക്കെ വെയിറ്റ് കുറയും. എല്ലാവർക്കും 2.8 കുറവായിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്? അവരതിന് കുറവായിട്ടാണ് കാലം ഉദ്ദേശിച്ചത്. മാറി. ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് അത് കുറവായിരിക്കും. മേ ബി വർഷങ്ങൾ കഴിഞ്ഞില്ലേ. ഇപ്പൊ മിക്ക ബേബീസും ഒക്കെ ബിഗ് ആയിട്ടായിരിക്കും വരുന്നത്. ഐ മീൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ബിഗ് ബേബിയാണ്. നീയൊക്കെ ജനിക്കുമ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ പ്രസവ കേസുകളാണ്. എല്ലാ റൂമിലും നമ്മൾ പോകും. എന്ത് രസമാണ് ന്യൂ ബോൺ ബേബീസ്. എല്ലാ കുഞ്ഞുങ്ങളും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. എല്ലാ റൂമിൽ പോയി നമ്മൾ ന്യൂ ബോൺസ് എന്ന് വെച്ചാൽ ഒന്നും തിരിച്ചറിയാൻ പറ്റും. എന്ത് രസമായിരുന്നു അല്ലേ. എത്ര കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മ എല്ലാ റൂമിലും പോവായിരുന്നു. അത് എൻ്റെത് എല്ലാ റൂമിലും പോയി വെച്ച് കഴിഞ്ഞാൽ അൺബിലോൺ. അമ്മ ഇങ്ങനെ ഉരുണ്ട് അവിടെ പോകും. കുറേയൊക്കെ അമ്മനെ കാണാനും അന്ന് നടക്കണ പ്രായമില്ലേ. അതെ, ഓസി ജനിച്ചപ്പോ 5 വയസ്സ്. അവളൊരു നല്ല റൗണ്ട് ആയിട്ടിരിക്കും അമ്മ. ഓസി ജനിച്ചപ്പോ അമ്മ പോയി ഫ്രണ്ട്സിനെ കൊണ്ട്, അമ്മൂന് 1.5 വയസ്സ് 2 വയസ്സുള്ളപ്പോ ഫ്രണ്ട്സിനെ കൊണ്ടാക്കുമായിരുന്നു. പണ്ടേ ആളൊരു എക്സ്ട്രോവേർട്ട് ആണ്. അമ്മൂന് ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഗൗരീശപ്പെട്ടതൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചത്. അപ്പൊ അമ്മ ഞാൻ നോക്കിയപ്പോ ബാൽക്കണിയിൽ പോയി നിന്ന് ആക്ഷൻ കാണിക്കുന്നു, ദൂരെ എങ്ങോട്ടോ നോക്കിയിട്ട്. അപ്പൊ ഞാൻ ഇതാദ്യം നോക്കുന്നത്, ഞാൻ നോക്കിയപ്പോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത വീട്ടില് ഒരു കുട്ടി, നമ്മുടെ നിധി, ഇന്ദുവിന്റെയും പ്രദീപിന്റെയും മോള് നിധി അവിടുത്തെ ബാൽക്കണിയിൽ ഇങ്ങോട്ടും, അമ്മ ഈ ബാൽക്കണിയിൽ നിന്ന് അങ്ങോട്ടും. അവരുടെ ഭാഷയിൽ ആക്ഷൻ കാണിക്കണം. അമ്മൂനോട് 1.5 വയസ്സ് പോലും ആയിട്ടില്ല. അത് അമ്മൂനേക്കാൾ 1 വയസ്സ് മൂത്തവാ. ജനിച്ചപ്പോ 4 പേരില് ഏറ്റവും ക്യൂട്ടസ്റ്റ് ഫേസ് ഇവളായിരുന്നു. ഹൻസിക്കായിരുന്നു. ക്യൂട്ട് പിള്ളായിരുന്നു. മറ്റേ പിള്ളേർ കേൾക്കുന്നത് ഓസിയും ക്യൂട്ടായിരുന്നു. ഇഷാനിയും ഭയങ്കര ക്യൂട്ടായിരുന്നു. ജനിച്ചപ്പോ ഏറ്റവും ലൈക്ക് ഓസി ഭയങ്കര ഫെയർ വിത്ത് റെഡ് ലിപ്സും അങ്ങനെയായിരുന്നു. ഇഷാനി ഒരു ജോൺസൺസ് ബേബിയുടെ ആഡിലൊക്കെ കാണുന്ന ബേബിയെ പോലെ ഭയങ്കര പെർഫെക്റ്റ് ലുക്കിംഗ് ആയിരുന്നു. അമ്മൂന് കുറച്ച് വലിയ തലയായിരുന്നു. എൻ്റെ ഫസ്റ്റ് ഡെലിവറി ആയതുകൊണ്ട് തല കുറച്ച് വലുതാണ്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞാണ് അമ്മു നല്ല ചബ്ബി ക്യൂട്ടായിട്ടുന്നത്. ഹൻസിക പാവം ജനിച്ചപ്പോൾ അത്ര വലിയ ലുക്കൊന്നും ഇല്ലാത്തൊരു ബേബിയായിരുന്നു. ഒരു പാവം പോലെ ആയിരുന്നു. പക്ഷെ ഇഷാനിയുടെയും ഓസിയുടെയും അത്ര ഒരു ഇതില്ലായിരുന്നു. കുറച്ചൊരു പാവം കൊച്ചായിരുന്നു. അറിഞ്ഞ സംഭവം എന്താ എത്ര പേര് വിളിയോട് വിളി. ഓ കൺഗ്രാജുലേഷൻ അപ്പൂപ്പനായല്ലേ, ഓസി പ്രസവിച്ചല്ലേ. അശ്വിന്റെ അമ്മയും വിളിച്ചത് അടിപൊളി. എന്റെ അടുത്ത് എന്താ പറയാത്തത്? ഞാനും വിചാരിച്ചു ഇന്ന് ആശുപത്രി പോയി പറഞ്ഞു. എന്റെ അടുത്തും പറഞ്ഞില്ലല്ലോ. അല്ല, അപ്പൊ അശ്വിൻ പറഞ്ഞു അവൾ എന്റെ സൈഡിൽ നിന്ന് വണ്ടി ഓട്ടിച്ചോണ്ടിരിക്കുക, അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കുമ്പോ ഞാൻ പറയാം. ഇത് എന്നെ നമ്മുടെ കുവൈറ്റിൽ നിന്ന് സൈന വിളിച്ചിട്ട് പറയാണ്, കിച്ചു എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ, കലക്കി സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു കേട്ടോ. ഞാൻ നോക്കിയ ഓസിയോട് ഇരിക്കും. ഞാൻ നോക്കിയപ്പോ അവൾക്ക് വയറില്ലേ, എപ്പോഴെങ്കിലും പ്രസവിച്ച് കൊച്ചിനെ സ്കൂളിലാക്കി. അങ്ങനെ നീ അഡ്വാൻസ് പ്രസവം കഴിഞ്ഞിരിക്കുന്നു. അതെ അതെ, എല്ലാവരുടെയും അറിവിൽ ഞാൻ പ്രസവിച്ചിട്ടില്ല. അറിവിന് വേണ്ടി ഞാൻ പറയുക, ഞാൻ പ്രസവിച്ചിട്ടില്ല. ഇപ്പോഴും വയറ്റിൽ തന്നെ തിരിച്ചു കയറ്റിയിട്ടില്ല വയറ്റിനകത്തോട്ട്. അത്രയും ടെക്നിക് ഒന്നും എനിക്ക് അറിഞ്ഞില്ല. കൊള്ളാടാ, ഐ എം സോ ഹാപ്പി. നമ്മള് പണ്ട് സിദ്ധുവിനെ കൊണ്ട് സ്ഥിരം ആശുപത്രി പോയതൊക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട്. ഇപ്പോൾ അതാണ്ട് നമ്മുടെ മോള് നീ ജനിച്ച ദിവസമേ നമുക്ക് ഓർമ്മയുണ്ട്. ഓരോ ഇൻസിഡന്റും. അമ്മൂന്റെ ഒരു അടിയും വാങ്ങിച്ചു 4 ദിവസം കഴിഞ്ഞപ്പോൾ, 7ാം ദിവസം പോപ്പി കൊടി കൊണ്ട് തല്ലല്ലേ, വടി കൊണ്ട് തല്ലല്ലേ സാറേ, പോപ്പി കുട കൊണ്ട് തല്ലിക്കോ വേണേ. അതുകൊണ്ട് ഞാൻ പോപ്പി കുട കൊണ്ട് അവൾക്ക് അടി കൊടുത്തു പറഞ്ഞു. എന്നെന്താ അപ്പൊ അന്ന് ആക്ച്വലി ഇവിടെ കരച്ചിലിട്ട് നീ വരുമ്പോഴത്തേക്ക് അമ്മ അവിടെ വലിഞ്ഞു കഴിഞ്ഞു. അമ്മ അവിടെ നിൽക്കുക, ഇവളിങ്ങനെ വിറയ്ക്കുമായിരുന്നു. ഇവിടെ ലിയാൻ വല്ലതും വന്നാൽ ലിയാനിൽ പോപ്പിക്കൂടെ കൊടുക്കരുത്. ലിയാൻ വലുതല്ലേ? ആ, ലിയാൻ കുറെ കൂടെ വലുതാ, അമ്മ കുറെ കൂടെ ചെറുതാണല്ലേ. 2.5 വയസ്സ്. ചെക്കപ്പ് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട്? കൊള്ളാം, എല്ലാം നന്നായിട്ടിരിക്കുന്നു. വൈകാതെ എന്തായാലും ഉണ്ടാവും. കറക്റ്റ് ഡേറ്റ് അറിയില്ല, പക്ഷെ ഉണ്ടാവും. അല്ല, പക്ഷെ എനിക്ക് എസ്കേപ്പ് ചെയ്യാൻ വേറെ വഴിയില്ല. എനിക്കിത് ഫേസ് ചെയ്തല്ലേ പറ്റൂ. അമ്മ അങ്ങനെയല്ല, അമ്മ ഭയങ്കര കൂളായിരുന്നു. എനിക്ക് അത്രയും കൂളാവാൻ തിരിച്ചു വരും. അല്ല, എനിക്ക് അങ്ങനെ ആയാൽ കൊള്ളാം. എന്റെ ആഗ്രഹം അതാണ്. പക്ഷെ ഞാൻ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന പോലെ. ഇഷാനി ജനിച്ചപ്പോഴായിരുന്നു നമ്മുടെ വീട്ടിൽ തുണി തയ്ക്കാൻ വരുന്ന ആള്. പുള്ളി ഞാൻ പ്രഗ്നന്റ് ആയതുപോലെ പുള്ളി ശ്രദ്ധിച്ചില്ല, ചെറിയ വയറായിരുന്നു. ഇഷാനി കിടന്ന് യാരെന്താ പാപ്പ
ഞാൻ വലിയ നമ്മുടെ കൊച്ച് അയ്യോ അവൾ അന്തം വിടുവാ. ഇന്ന് ആരായിരുന്നു മൈലിസ്വാമി? ആരായിരുന്നു? രണ്ടാമത് അവിടെ ഉണ്ടായിരുന്ന ആളുടെ പേര് മയിൽസ്വാമി പട്ടത്ത്. ഇവിടുത്തെ ആളുടെ പേരെന്തായിരുന്നു? അപ്പച്ചിക്ക് അറിയായിരിക്കും. ഇവിടുത്തെ നമ്മൾ ഈ മരുതൻകുഴിയിലെ മുരുകൻ. 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 അപ്പോ നീ വീട്ടിൽ പോയി, രാത്രി ലേറ്റായി. ഓക്കെ, ഗുഡ്. കുട്ടി വന്നിട്ടില്ല, കുട്ടി വരുമ്പോ അറിയിക്കാം. എന്നെ ഒന്ന് അറിയിച്ചിരുന്നു. അതെ, നിങ്ങളെയൊക്കെ അറിയിച്ചിട്ട് ഞാൻ ബാക്കിയുള്ളവരെ അറിയിക്കാം. നീ ഒരു കാര്യം ചെയ്തിട്ട് ലേറ്റ് യു ഗോ. ബൈ. താങ്ക് യു. ബൈ. ഫുഡായ ഇനി കഴിച്ചിട്ട് വേണം. ഓസി ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ പോലും അവളുടെ പുതിയ ഷോപ്പിൽ നമ്മുടെ സ്റ്റാഫ് എല്ലാം ചെന്ന് അവിടെ എല്ലാം അടുക്കിക്കൊണ്ടിരിക്കുക. അവൾ പറഞ്ഞു ഉച്ചയ്ക്ക് ഞാനൊന്ന് ചെല്ലണം. ഒരു കാര്യം ചെയ്യാം, കഴിച്ചിട്ട് ഞാനങ്ങനെ പോവാം. അപ്പോൾ ഈ വീഡിയോയിൽ ആസ് യൂഷ്വൽ ഒരു ഗേൾ പവറിനെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ വീണ്ടും അടുത്ത വീഡിയോ വരുമ്പോഴും കാണുക. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ബൈ.